ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര. ഡിസംബർ 6. നിശബ്ദതയുടെ തീർത്ഥയാത്ര. ക്രിസ്മസ് കാലം എപ്പോഴും പുതുവിചാരങ്ങളും പുത്തൻ ആത്മീയ ചിന്തകളും നൽകി സ്നേഹത്തിനും സമാധാനത്തിനും വഴിയൊഴുക്കുന്ന കാലഘട്ടമാണ്. പുൽക്കൂട്ടിലേക്കുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ദിശകളിൽ നമ്മെ നിശബ്ദതയിലേക്ക് വിളിക്കുന്നു. ബൈബിൾ ചരിത്രത്തിൽ നിശബ്ദതയുടെ യാത്ര ആരംഭിച്ചത് പുൽക്കൂടിനെ ചുറ്റിപ്പറ്റിയുള്ള പരിസരങ്ങളിലാണ്. അതൊരു ദൈവിക മൗനത്തിൻ്റെ ശക്തമായ പ്രതിബിംബമാണ്. നിശബ്ദതയുടെ യാത്ര അത്ര എളുപ്പമല്ല. മംഗളവാർത്തയിൽ മറിയത്തിൻ്റെ നിശബ്ദത ആത്മസംഘർഷത്തിൻ്റെ ഉച്ചകോടിയിൽ നിന്നുള്ളതായിരുന്നു. ദൈവദൂതൻ്റെ ഇടപെടലുകളിൽ യോസേപ്പ് പിതാവിൻ്റെ നിശബ്ദത സ്വയം ഉരുകി ഇല്ലാതായിത്തീരുന്നതിൻ്റെയായിരുന്നു. മറിയത്തിൻ്റെയും നിശബ്ദതയിൽ ആണ്ടുപോയ യോസേപ്പിൻ്റെയും കുടുംബങ്ങൾ നുകർന്ന മൗനം ഘനീഭവിച്ചതാണ് ക്രിസ്മസ് രാവിൽ പെയ്തിറങ്ങിയ മഞ്ഞുകണങ്ങൾ. അത് അത്രയ്ക്ക് ആർദ്രവും ഒപ്പം നൊമ്പരത്തിൻ്റെ മരവിപ്പും പേറുന്നതായിരുന്നു. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് അവൾ ചിന്തിച്ചു. പുൽക്കൂട്ടിൽ പിറന്ന പൊന്നുണ്ണീശോയെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ ദൈവീക പദ്ധതികൾ വിചാരങ്ങളാക്കി മാറ്റാൻ തക്കവിധം എൻ്റെയും മനസ്സിനെയും രൂപപ്പെടുത്തണം. ജീവിതത്തിലെ ഏത് സംഘർഷങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് അവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സമാധാനം ആസ്വദിച്ച് നിശബ്ദതയുടെ സുവിശേഷം സ്വന്തമാക്കുവാൻ മറിയോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാധ്യസ്ഥം യാചിക്കുന്നു. ആമേൻ.